നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന കേസുകളുണ്ടല്ലോ, 3 പീഡന കേസുകൾ. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ഒന്നില് നിർബന്ധിത ഗർഭഛിദ്രം നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടായ കേസ്. അവിടെ മുതൽ ഇങ്ങോട്ട് 3 കേസുകൾ. ഈ 3 കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പൊങ്കാലയിടാൻ വേണ്ടി ചിന്താപാദം വിളിച്ച് മുന്നിൽ നിന്നിരുന്ന ഒരു ധീര ദേശാഭിമാനിയായിട്ടുള്ള എന്താ പറയുക, സമർപ്പണബോധത്തിന്റെ ഉദാത്തമായിട്ടുള്ള സാമൂഹ്യ ബോധത്തിന്റെ വക്താവായിട്ടുള്ള സഖാവ് പീഡന കേസിൽ മുങ്ങി നടക്കുന്ന ഒളിവിലാണിപ്പോൾ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് അറിയാമല്ലോ, 3 കേസും ഒരേ കേസായിരുന്നു. ആരോ ഒരാൾ തയ്യാറാക്കിയിട്ട് പേരൊന്ന് മാറ്റിയെന്നേ ഉള്ളൂ. അതാണ് ഒരേ ടെംപ്ലേറ്റ് വന്നത്. ഒരേപോലെ തന്നെ പീഡനം, ഒരേപോലെ തന്നെ തുപ്പി, ഒരേപോലെ തന്നെ ചവിട്ടി. ഏതായാലും ഈ തുപ്പലും ചവിട്ടലും കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയാലോ, പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി, പിന്നെ കസ്റ്റഡിയിൽ വാങ്ങി കൊണ്ടു നടന്ന് ഈ പറഞ്ഞ ആൾക്കാർ ഉൾപ്പെടെ ഉള്ളവർക്ക് ചീമുട്ട അറിയാൻ കൊടുത്തു. അന്ന് ചീമുട്ട അറിയാനും മറ്റ് രാഹുൽ മാങ്കൂട്ടത്തിന് പൊങ്കാലയിടാനും ഒക്കെ മുന്നിൽ നിന്ന വ്യക്തിയാണ് ഇന്ന് പീഡന കേസിൽ പോലീസ് തെരഞ്ഞു നടക്കുന്നത്, ആള് മുങ്ങി നടക്കുന്നത് എന്നാണ് ഏറ്റവും രസകരമായ വസ്തുത. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിഞ്ഞ സഖാവിനെ തന്നെ പീഡന കേസിൽ പിടിക്കുമ്പോൾ പിന്നെ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ തികച്ചും ഈ കേസ് ജെനുവിൻ കേസാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുകളൊന്നും തെളിവില്ല, കോടതി പോലും കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ അതല്ല. ഇവിടെ റാന്നിയിലെ CPM ഏരിയ കമ്മിറ്റി അംഗവും അതുപോലെ DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റുമായിട്ടുള്ള അലൻ മാത്യു ആണ് സഖാവ്. അലൻ മാത്യു ആണ് വില്ലൻ. അലൻ മാത്യു ഇപ്പൊ മുങ്ങിയടക്കാണ്. നേരത്തെ വിവാഹമോചിതയായത് ഈ അലൻ മാത്യുവിന് കാരണമാണ് എന്നും പറയുന്നുണ്ട്. എന്താണ് ഇതിന്റെ വാസ്തവം എന്നറിയില്ല. ഏതായാലും നേരത്തെ ഈ അലൻ മാത്യു വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി കൊണ്ടു നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്ന അതൊക്കെ തെളിവുകളുണ്ട്. മുഴുവൻ സോഷ്യൽ മീഡിയയിൽ രണ്ടാളും കൂടെ നിൽക്കുന്ന തെളിവുകളെല്ലാം ഉണ്ട്. അപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി ആണ് കൊണ്ടു നടന്നത് എന്നതിന്റെ പൂർണ്ണമായും തെളിവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ തെളിവില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പോലും തെളിവില്ല. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ പോകുന്നതിന്റെ വിഷ്വൽസ് ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്, അതെല്ലാം സോഷ്യൽ മീഡിയയിൽ പളയെന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം തെളിവ് അതിനിടയിൽ കൊണ്ടുപോയി പലതവണ, ഒന്നല്ല പലവട്ടം അയാളുടെ ആവശ്യം നടത്തി ശാരീരിക ബന്ധങ്ങൾ നടന്നു. നമ്മളെ ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞാൽ പീഡനം നടന്നു. അതേ തുടർന്ന് ഗർഭിണിയാകുമ്പോൾ പിന്നെ അറിയാമല്ലോ, നമ്മളെ രാഹുൽ മാങ്കൂട്ടത്തൻ ചെയ്തു എന്ന് പറഞ്ഞിരുന്ന സെയിം കേസ് മൂപ്പര് കൊണ്ടുപോയി ഗർഭഛിദ്രം നടത്തിയിട്ട് സുഖമായിട്ട് വീണ്ടും അവരുടെ ആടിപ്പാടൽ വീണ്ടും തുടർന്നു. പിന്നീട് അത് വിവാഹമോചിതയാണ്, വിവാഹം കഴിക്കാനായിട്ട് പ്ലാനും ഉണ്ട്, പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ, അപ്പൊ പിന്നെ തെറ്റൊന്നും പറയാൻ പറ്റൂല. ഏതായാലും കുറെ കഴിഞ്ഞപ്പോൾ ഇയാളങ്ങ് പിന്മാറി. അതായത് നോട്ടീസ് പതിച്ചു എന്നാണ് പറഞ്ഞത്. നോട്ടീസ് ഇട്ടു, വിവാഹം കഴിക്കാൻ തീരുമാനിച്ച് നോട്ടീസ് ഇട്ടപ്പോഴത്തേക്ക് വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നെ അയാൾക്ക് ഭൂതോദയം ഉണ്ടായപ്പോൾ പിന്നെ ആ പെണ്ണിനെ വേണ്ട. പെണ്ണാകെ ഡെസ്പായി. എവിടെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ പരാതിക്കാരി ആകെ മൂഡ് ഓഫ് ആയി, ഡിപ്രഷനായി എന്നൊക്കെ പറഞ്ഞു പരത്തിയ ആൾ തന്നെയാണിത്. ഇനി അങ്ങനെ ആയോ ആയില്ലോ എന്നുള്ള വേറെ വിഷയം. പക്ഷെ അതൊക്കെ മാലോകരെ അറിയിച്ച വ്യക്തി തന്നെ മറ്റൊരു പെണ്ണിനെ ഡിപ്രഷൻ അടുപ്പിച്ചു. പെണ്ണാകെ പ്രശ്നമായി. പോലീസിലെ കേസ് കൊടുത്തിട്ട് എടുക്കണില്ല. ഇവൾ തന്നെ പീഡിപ്പിച്ചു എന്നും തന്നെ ഗർഭിണിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നും അത് കേസ് നിലനിൽക്കും. കാര്യം വിവാഹമോചിതയാണ്. അങ്ങനെ കൊണ്ടു നടന്ന് തന്നെ പീഡിപ്പിച്ചെന്നും ഇപ്പോൾ വഞ്ചിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഗർഭഛിദ്രമൊക്കെ നടന്നു എന്ന് പറഞ്ഞിട്ട് പോലീസിൽ കൊണ്ട് പരാതി കൊടുത്തിട്ട് FIR ഇട്ടില്ല പിണറായിന്റെ പോലീസ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ രാഹുലിനെ ഒരു ഇമെയിലിന്റെ പേരിൽ നട്ടം തിരിച്ച, ഒളിവിൽ തന്നെ പോകേണ്ടി വന്ന, രാത്രിക്ക് രാത്രി വന്ന് വളഞ്ഞ് MLA അയാൾ താമസിച്ചിരുന്ന റൂം വളഞ്ഞ് പൊക്കിയെടുത്തുകൊണ്ടുപോയി ജയിലിലിട്ട അതേ പോലീസ് ഇവിടെ എല്ലാ തെളിവുകളും ഉൾപ്പെടെ ഒരു ജെനുവിൻ കേസ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് എടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ കേസെടുക്കാതായപ്പോൾ തനിക്ക് നീതി കിട്ടില്ല എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ ആൾ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു. ആ ആത്മഹത്യാ ശ്രമം ഒരു 1.5 ശ്രമമായിരുന്നു. ശരിക്കും തനിക്ക് നീതി കിട്ടില്ല, തന്റെ ജീവിതം പോയി. കാരണം സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇവര് രണ്ടുപേരെയും ഫോട്ടോ, അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാണല്ലോ, ആ നിലയ്ക്ക് മുഴുവൻ ഫോട്ടോയും മറ്റു ദൃശ്യങ്ങളും എല്ലാം വന്നതിന് ശേഷം, നാടും നാട്ടുകാരും മുഴുവൻ അറിഞ്ഞ ശേഷം ഇയാൾ കൈയടിയുമ്പോൾ പിന്നുള്ള അവസ്ഥ എന്താ? ഒരു പെണ്ണിന്റെ അവസ്ഥ എന്താ? എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാലും അതൊരു പെണ്ണല്ലേ. ആ ഒരു അവസ്ഥയിൽ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. സ്വാഭാവികം, വേറെ നിവൃത്തിയില്ല, പെട്ടെന്ന് തോന്നുന്നതാണ്. ഏതായാലും അതിനെ തുടർന്ന് കേസ് വന്നു, പിന്നെ കുറെ അന്വേഷണം വന്നു, എല്ലാം വന്നു. ഏതായാലും ആളിപ്പോ മുങ്ങി നടക്കുകയാണ്. നമ്മുടെ സഖാവ് ഇപ്പൊ രംഗത്തില്ല. എന്നാൽ നമ്മുടെ പോലീസുകാർക്ക് അയാളെ കണ്ടെത്തണമെന്ന് വലിയ ആഗ്രഹവുമില്ല. കാരണം ആഭ്യന്തരമന്ത്രി മൂപ്പരല്ലേ, നമ്മുടെ പിണറായി സഖാവ് തന്നെയാണല്ലോ. ഏതായാലും തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം ഇറങ്ങിയ നിലയ്ക്ക്
ഇനിയിപ്പോ ഈ പോലീസിന് പിണറായിയെ ഭയക്കേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ മൂന്നാം പിണറായി സർക്കാർ വന്നാൽ ഈ പോലീസുകാർ വീണ്ടും പണി വാങ്ങും എന്നതുകൊണ്ട് ആ ഒരു ഭയവും അവർക്കുണ്ട്. ഏതായാലും പിടിച്ച് അകത്തിടാനുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല പിണറായിക്ക് കൈയഴികെ പറ്റും. അതേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരന്തരം പരിശ്രമിച്ച് അറിയാലോ, കഥ മുഴുവൻ അറിയാം, നാറിച്ച് നാറ്റക്കേസാക്കി. അയാളെ രാഖി രാമാനെ കൊണ്ടുപോയി ചീമുട്ട എറിയിച്ച് എന്തെല്ലാം ചെയ്തു. അതൊക്കെ ചെയ്യിക്കുകയും ചെയ്ത ആളാണ് ഇത്തരത്തിലുള്ള കേസിൽ പെടുന്നത്. അതും പാർട്ടിയുടെ നേതാവാണ്, ഡിവൈഎഫ്ഐയുടെ നേതാവാണ്, അതുപോലെ അവരുടെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമാണ്. ഇതൊക്കെയാണ്. ഒരു ഏരിയ കമ്മിറ്റി അംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പദവിയൊന്നുമല്ല. ഇപ്പോൾ ആ നിലയിലുള്ള ഒരു അംഗം തന്നെ ഇത്തരത്തിൽ പെരുമാറുമ്പോൾ സ്വാഭാവികമായിട്ടും ജനം ചോദിക്കൂലേ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇത്തരം നിലപാടെടുത്തിട്ട് നിങ്ങളൊരു സഖാവായപ്പോൾ അതിന് ഒരു ജെനുവിൻ കേസ് വന്നപ്പോൾ എന്തേ നിങ്ങൾ എടുക്കുന്നില്ല ചോദിക്കുമ്പോൾ ആ ചോദ്യം അവിടെയും ഇവിടേക്ക് ഉയർന്നുണ്ട്. പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് കൊണ്ടുവന്നിട്ട് ഇവിടെ CPM-കാർ നല്ലവണ്ണം അത് ചെയ്തു, അവരത് മുതലാക്കി. പക്ഷെ അപ്പുറത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ കുറെ മണഗുണാഞ്ചന്മാരാണ് ശരിക്കും ഉള്ളത്. അവർക്കൊരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ മുതലാക്കണമെന്നൊന്നും അറിയത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ നടക്കാനും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുക്കാനുമായിരുന്നു അവർക്ക് വലിയ തിടുക്കം. ഞങ്ങൾ വലിയ പുണ്യാളച്ചന്മാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്തൊരു സഖാവ് ഇമാതിരിയുള്ള തോന്നിയാസം കാണിച്ചിട്ട് അവരറിഞ്ഞ മട്ടില്ല. കോൺഗ്രസ് നേതൃത്വം ഇതൊന്നും അറിഞ്ഞ മട്ടൊന്നുമില്ല, അവരിത് മുതലാക്കുന്നുമില്ല. ഏതായാലും കഴിഞ്ഞ ഫെബ്രുവരി, ഇതിപ്പോ മാർച്ചാണ്, ഫെബ്രുവരിയിലാണ് ഈ കേസ് കൊടുക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പലവട്ടം തന്നെ ഉപയോഗിച്ചു, ഗർഭിണിയായി, ഗർഭചിത്രം നടത്തി, എന്നിട്ട് തന്നെ ഉപേക്ഷിച്ചു. അതായത് വഞ്ചിച്ചു, തന്നെ ജീവിതം നശിപ്പിച്ചു. അത്തരത്തിലുള്ളൊരു കേസ് എന്തായാലും ഇപ്പോ പോലീസ് ആകെ നിലയില്ലാ കയത്തിൽ നിൽക്കുകയാണ്. ഇപ്പോ ഈ ഇലക്ഷൻ അടുത്ത ഈ സമയത്ത് ആളെ പൊക്കാൻ ഇറങ്ങി നടക്കുന്നു, ആളെ പൊക്കി അകത്തിടാൻ വേണ്ടി നടക്കുന്നു എന്നാണ് അറിയുന്നത്. അതായത് ഇയാൾ മുങ്ങി നിൽക്കുകയാണ്, ഈ അലൻ മാത്യു എന്ന് പറഞ്ഞ ആള് മുങ്ങി നടക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. പണ്ടൊക്കെ പിന്നെ ആയിരുന്നു, ഇപ്പൊ എല്ലാം കയ്യോടെ അങ്ങോട്ട് കിട്ടുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ അവഹേളിക്കാനും അപമാനിക്കാനും വേണ്ടി നിരന്തരം അവർ പരിശ്രമിച്ച് കള്ളക്കഥകൾ മെനഞ്ഞ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് മറുഭാഗത്ത് അതിനേക്കാൾ വലിയ വില്ലനായിരുന്നു. മുമ്പ് നമ്മൾ പറയില്ലേ, മുട്ടില്ലാത്തവൻ തട്ടില്ലാത്തവന് കുറ്റം പറയാന്ന് പറയും. ആ ഒരവസ്ഥയായിരുന്നു നേരത്തെ. അതാണ് ഇപ്പൊ പിടിച്ചത്. പലനാൾ കള്ളൻ ഒരു നാൾ പിടി. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ വെറും ആരോപണം മാത്രമാണ്, തെളിവില്ല എന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം വ്യക്തമായ തെളിവുണ്ട്. അവർ തമ്മിലുള്ള ബന്ധത്തിനും ഗർഭം നശിപ്പിച്ചതിനും അവർ തമ്മിലുള്ള ബന്ധം ഉണ്ടായിരുന്നതിനും പോയതിനും വന്നതിനും എല്ലാം തെളിവുണ്ട്. പിന്നെ ആ പെണ്ണുങ്ങാണം ആത്മഹത്യാ ശ്രമം നടത്തിയപ്പോൾ മരിച്ചു പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ CPM രക്ഷപ്പെട്ടേനെ. പിന്നെ അത് ഇതെന്ന് പറഞ്ഞ് തള്ളായിരുന്നു. പക്ഷേ ദൈവം അവളുടെ കൂടെയാണെന്നാണ് തോന്നുന്നത്. അതായത് CPM-ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റൊരു രാഹുൽ മാങ്കൂട്ടത്തിനെ കിട്ടിയേക്കാണ്. ആ അടി ഒരു 1.5 അടിയായിട്ടാണ് CPM-ന് കിട്ടിയിട്ടുള്ളത്. ഇതാണ് പറയുന്നത്. ആവശ്യമില്ലാതെ ആരെങ്കിലുമൊക്കെ തോളിക്കാറാൻ നിന്ന് കഴിഞ്ഞാൽ അത് കിട്ടും. ഇങ്ങോട്ട് കിട്ടുന്നതാകട്ടെ 10-ന് 10,000 കിട്ടുന്നത്. ചിലപ്പോൾ താങ്ങൂല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ വിവാഹിതയായിട്ടുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെയും അതേ വിവാഹിതയായിട്ടുള്ള പെൺകുട്ടി. രാഹുൽ മാങ്കൂട്ടം വിവാഹിതയായിരുന്ന ഭർത്തമതിയായിട്ടുള്ള ആളെ പിടിപ്പിച്ചു എന്നാണ് പറഞ്ഞു തുടങ്ങിയെങ്കിൽ അവിടെ വിവാഹമോചനം കഴിഞ്ഞതാണ്. ഇവിടെ ഒരു പീഡനം നടത്തി, ഗർഭഛിദ്രം നടത്തി എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അതവിടെ നടത്തിയതിന് തെളിവുണ്ട്. ഇവിടെ തെളിവില്ല. ഇവിടെ ഭ്രൂണം അത് ഇത് എന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ അതിനൊന്നും തെളിവില്ല. പക്ഷെ അവിടെ അതിനെല്ലാം തെളിവുണ്ട്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ഒരു തെളിവുമില്ലാതെ തന്നെ രാഖി രാമാനം ഒളിവിൽ പായേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ തെളിവുകളും ഉണ്ടായിട്ട് ഇങ്ങനെ പാഞ്ഞു നടക്കുകയാണ്. ഒരു വ്യത്യാസമുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഒരു ഇമെയിൽ അയാളെ പ്രതിയാക്കിക്കൊണ്ട്, ഒരു പീഡന കേസിലെ പ്രതിയാക്കിക്കൊണ്ട് ഒരു ഇമെയിലാണ് മുഖ്യമന്ത്രിക്ക് വന്നത്. ആ ഇമെയിലിൽ വെച്ചുകൊണ്ട് ഒരു SIT ഒക്കെ അങ്ങോട്ട് ഉണ്ടാക്കി വളരെ പെട്ടെന്ന് തന്നെ വന്ന് രാത്രിക്ക് രാത്രി MLA ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അയാളെ പിന്നെ ഉറക്കറയിൽ നിന്ന് പിടിച്ചെടുക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ അയാൾ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ സഖാവ് ഒളിവിലാണ് എന്ന്? പോലീസിനും അറിയാമായിരിക്കും, സഖാക്കൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. സഖാക്കൾ എന്ത് തോന്നിയാസം കാണിച്ചാലും അവർ സംരക്ഷിക്കും. അതങ്ങനെയാണ്. മറ്റാരെങ്കിലും തങ്ങളെ ശത്രുവായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സഖാക്കൾ ചെയ്യുന്നത് പോലെയാണ് അവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വല്ല പെണ്ണ് കേസോ മറ്റേ കേസോ, പെണ്ണ് കേസാണല്ലോ എല്ലാ തെരഞ്ഞെടുപ്പിനും ഒരു പെണ്ണ് കേസ് വേണം അല്ലേ? ഏത് കേസായാലും ഒരു പെണ്ണ് കേസില്ലാതെ ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ CPM അഭിമുഖീകരിച്ച ഒരു ചരിത്രം ഇല്ലെന്നാണ് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന് ഒരു പെണ്ണ് കേസ് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന്, അതും CPM-ന്റെ തന്നെ ഒരു നേതാവായപ്പോൾ വയറ് നിറഞ്ഞു എന്ന് വേണം കരുതാൻ. Different angles. Don't forget to subscribe and support this channel.